നമസ്കാരം. എന്ത് പറയുന്ന വിശേഷങ്ങൾ? ഇന്ന് ഞാനൊരു പൊതിച്ചോറുമായിട്ടാണ് കേട്ടോ വന്നത്. ഒരു വെജിറ്റേറിയൻ രീതിയിലുള്ള പൊതിച്ചോറ്. ഇപ്പം പേളിമാണിയും ബാക്കിയുള്ളവരൊക്കെ കഴിച്ച് നമ്മളെ പൊതിച്ചോറിനെ എഗെയിൻ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കണല്ലേ. അപ്പം ഞാൻ എൻ്റെതായ സ്റ്റൈലില് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള നാടൻ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കണ്ടു നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൊതിച്ചോറ്. ഇതൊന്നും ഞാൻ പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് എന്തൊക്കെ സംഭവങ്ങളെന്ന്. ഇതാ 2 തോരനും ഒരു ഫ്രൈയും ഒരു ചമ്മന്തിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി പൊതിച്ചോറ്. അപ്പോൾ പൊതിച്ചോറിലൊരു ഐറ്റമാണ് ബീട്രൂട്ട് തോരൻ. അപ്പോൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 ടീസ്പൂണോളം എണ്ണ മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കടുക് പൊട്ടിക്കാനുള്ളത്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് കടുകൊന്ന് ഇനി നമുക്ക് പൊട്ടിക്കാം. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കടലപ്പരിപ്പ് ഈ ബീട്രൂട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. 2 ചുവന്ന മുളകിനെയും കൂടി പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. ഈ മുളകിനൊക്കെ കുറച്ച് എരിവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ തോരനിൽ മുളക് പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കാം. ആ കളറൊക്കെ മാറണം നമ്മുടെ കടലപ്പരിപ്പിൻ്റെ. ഇപ്പം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ ഒനിയൻ, ഒരു 1/2 കപ്പ് ഒനിയൻ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഭയങ്കര ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയ പച്ചമുളകിനെയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനെ ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതാ നന്നായി സോട്ടഡായി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വലിയ പീസായിട്ടാണ് ബീട്രൂട്ട് അരിയുന്നതെങ്കിൽ അതിനെ ഒന്ന് വേവിച്ചിട്ട് ഇതിന് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പൊടിയായി അരിഞ്ഞുകൊണ്ട് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് തുറന്ന് വെക്കാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ഔട്ട് ആയി കിട്ടുകയും ചെയ്യും. ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചതച്ച മുളകിട്ടതിൻ്റെ ഒരു ഫീലും നമുക്ക് കിട്ടും. ഉള്ളിയും ചതച്ച മുളകും ഒക്കെ ആയിട്ടൊരു ഫീല്. അപ്പോൾ ഇതായിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് തോരൻ. തേങ്ങയൊന്നും ഇതിലിടുന്നില്ല. അടുത്ത തോരനിൽ ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെച്ച് തുറന്നപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ബീട്രൂട്ട് തോരൻ നമുക്ക് റെഡി. ഇനി അടുത്ത തോരൻ ഉണ്ടാക്കാം. അതിനി അമരക്കത്തോണ്ടുള്ള തോരനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അമരക്കത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇതേമാതിരി ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 3 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള അമരക്കയും കൂടി ഇട്ട് കൊടുക്കാം. അമരയ്ക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇതിൽ വേവിക്കാൻ പറ്റില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിനെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവാനുള്ള വെള്ളം മാത്രം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ പെട്ടെന്ന് സോഗിയായി പോവാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുടിക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വറുത്തിടാനുള്ളത് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഒരു 2 ചുവന്ന മുളകിനെ ഒന്ന് വറുത്തെടുക്കണം. മുളകൊന്ന് ചൂടാവണം കേട്ടോ, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒനിയൻ ഇല്ലെങ്കിൽ നമുക്ക് നല്ല നാടൻ ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. പച്ചമണം ഒന്ന് മാറുകയേ വേണ്ടൂ, ഒരുപാട് ഗോൾഡൻ ആവണ്ട. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ. ആ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് ചെറുതായിട്ടൊന്ന് പോവാൻ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് പോസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇത് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. കടുക് നന്നായി പൊട്ടണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 4 കരിവേപ്പിൻ്റെ ഇലയും, പിന്നെ നമ്മൾ ആ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടി ഒന്നിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ, അത് അധികം ആവാനൊന്നും പാടില്ല. ആ തേങ്ങയിൽ ജസ്റ്റ് ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു ഫ്ലേവറും കടുകും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ മാത്രമാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമരക്കയും വെന്ത് നന്നായി പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇല്ല ഒട്ടും, കണ്ടോ നല്ല ഡ്രൈ ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കടുകും തേങ്ങയൊക്കെ ഉള്ള കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ തേങ്ങ കുറച്ച് ഡ്രൈ ആയി കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി വരും നമ്മുടെ ഈ അമരക്കക്കറിക്ക്. അമരക്ക തന്നെ വേണമെന്നില്ല കേട്ടോ, പൊതിച്ചോറിൽ ഏത് തോരൻ വേണമെങ്കിലും നിങ്ങൾക്കിടാം. രണ്ടും രണ്ട് വ്യത്യസ്തമായ തോരൻ ഉണ്ടാക്കിയെന്ന് മാത്രം. ഇനി അടുത്തത് വാഴയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ആ ഫ്രൈയിന് വേണ്ടിയിട്ട് നമ്മൾ പൊന്തൻ വാഴയ്ക്ക എന്നൊക്കെ പറയില്ലേ, ബജ്ജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കായയാണ് എടുക്കുന്നത്, പച്ചക്കായ. ഇനി അതിനെ നമ്മൾ തോലൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട്, ഒട്ടും തോല് പാടില്ല. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ. ഒരു കായിൽ നിന്ന് 4-5 പീസേ കിട്ടുള്ളൂ കേട്ടോ. അപ്പം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ ഫിഷ് ഫ്രൈൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ ഫീൽ ചെയ്യുള്ളൂ. കാണുമ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഇത് അധികം തിന്നായി കട്ട് ചെയ്യരുത്, അധികം തിക്കും ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു 5 പീസാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. 2 കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. എൻ്റെ ഫ്രണ്ട്സും കുക്ക് ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇത് പൊതിച്ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, എന്തിൻ്റെ കൂടെയും പറ്റിയ കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി, വറുത്ത ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടിയിട്ട് 2 ടേബിൾ സ്പൂൺ റവ കൂടിയിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് എല്ലാ സ്ഥലത്തേക്കും മിക്സ് ചെയ്യാം. എരിവ് കുറവ് വേണ്ടവർ ഇത്ര എരിവ് ഇടണ്ട കേട്ടോ. അപ്പം ഇതൊക്കെ റെഡി. ഇനി നമ്മുടെ കായ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവണ പോലെ കോട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ആവാത്തത് കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ വാഴയ്ക്ക ഫ്രൈഡുള്ള മാരിനേറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു, കണ്ടോ എല്ലാറ്റിലേക്കും നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഇല്ലെങ്കിലും ഈ വാഴയ്ക്കയുള്ള വെള്ളം കൊണ്ട് അത് സോഗിയായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ആക്കുന്നുള്ളൂ. ഷാലോ ഫ്രൈ വേണ്ടവർക്ക് ഷാലോ ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിക്കണമെന്ന് മാത്രം. ഇത് നന്നായിട്ട് പെർഫെക്റ്റായി കുക്കാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിന് ഔട്ടർ കവറിങ് നല്ലൊരു ക്രിസ്പി ആയിരിക്കും, ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഇത് വാഴയ്ക്ക കഴിക്കാത്ത കുട്ടികൾ പോലും കഴിക്കട്ടോ. കുറച്ച് എണ്ണ ഇങ്ങനെ മുകളിലൂടെ ഒന്ന് തൂവിക്കൊടുക്കാം നമുക്ക്. ഇതൊന്ന് അടച്ച് വെക്കാം ഒരു 3 മിനിറ്റോളം. അപ്പോൾ ഒരു അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ കണ്ടോ കളറൊക്കെ ചേഞ്ചായി. നമുക്കിതിനെ ഒന്ന് ഇടാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അടിയൊന്നും കരിയുകയില്ല. നിങ്ങൾ ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അടച്ച് വെക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഇതിലിപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇനി അതിൻ്റെ മുകളിൽ ഇതേമാതിരി വേണമെങ്കിൽ എണ്ണ കുറച്ച് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ റവയുടെ കോട്ടിംഗ് ഉള്ളത് ഒരു സ്പെഷ്യൽ കവറിങ് തന്നെ കൊടുത്ത് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. വാഴയ്ക്ക ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിക്കാം. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇപ്പം റെഡി ആവുന്നുണ്ട് കണ്ടോ. 2 സൈഡും പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. നമുക്കൊരു 2-3 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാം കേട്ടോ. ഇതാ അപ്പം റെഡി ആയി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? ഇത് ഒരു ഫിഷ് ഫ്രൈയുടെ ലുക്കൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ വാഴയ്ക്ക ഫ്രൈയും സൂപ്പറായി റെഡിയായി. നമുക്കതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ വേണ്ടത് ചമ്മന്തിയാണ്. ഒരു അടിപൊളി ചമ്മന്തിയും കൂടി നമുക്ക് ഉണ്ടാക്കാം. ചമ്മന്തിക്കായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 ടീസ്പൂണോളം എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാറ്റിനും വെളിച്ചെണ്ണയായിരുന്നു. ഒരു 5 ചുവന്ന മുളകും 3 കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുളകൊന്ന് നന്നായി ഒന്ന് ചൂടായി വരണം എണ്ണയിൽ. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കൊത്തമല്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അത് തുവർ ദാൽ എന്ന് പറയുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് രണ്ടും നന്നായി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇത് നന്നായി ചുവക്കുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കുക. പെട്ടെന്ന് വറുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ
അപ്പോൾ കണ്ടോ നമ്മുടെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയ്ക്ക് ഇങ്ങനെ ക്വാണ്ടിറ്റി കൂടുതൽ ഇടണമെന്നില്ല, ഒരുപാട് കുറവും വേണ്ട. ഇനി അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങയുള്ള വെള്ളം ഒന്ന് പോവുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കായപ്പൊടി അല്ലെങ്കിൽ കായം വറുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ചെറിയ നാരങ്ങയുടെ ഹാഫ് നാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് കരിവേപ്പിൻ്റെ ഇല കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് കരിവേപ്പിൻ്റെ ഇല ഇടാം കേട്ടോ. ഇതിൽ ഞാൻ ആദ്യം ഇട്ടിട്ടില്ല, അവസാനമാണ് ഇട്ടത്. അപ്പോൾ ഇതും കൂടി ആയി. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബ്ലെൻഡറിലേക്ക് ഇതിനെ ഇടാം. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചാലും മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പം ഇത് നന്നായി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല മല്ലിടിയും ആ തുവരപ്പരിപ്പിൻ്റെയും തേങ്ങയും മുളകും ഒക്കെ കൂടി പുളിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സംഭാരം കൂടി ഞങ്ങൾ റെഡിയാക്കി ഇതിനെ കൂട്ടിക്കഴിക്കാനായിട്ട് കുറച്ച് ഒരു കപ്പോളം തൈരാണ് ഇട്ടത്. തൈരിന് പകരം മോര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു നാടൻ സംഭാരം കൂടി ഇരിക്കട്ടെ വിചാരിച്ചു. അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഞാനൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ടിരുന്നു, 2 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് കേട്ടോ, ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയുടെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള സംഭാരം വേണ്ടച്ചാൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കാം. ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ അപ്പം നമ്മുടെ സംഭാരം റെഡി. ഇത് അരിച്ചെടുത്ത് വന്ന് നമുക്ക് ഒഴിച്ചും വെക്കാം. അപ്പം ഇതാ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്യാം. ഇതൊരു ചൂടത്തൊക്കെ വന്നാൽ സൂപ്പറായിട്ട് കുടിക്കാൻ പറ്റിയൊരു സംഭാരമാണ് കേട്ടോ. കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സംഭാരവും റെഡി. ഇനി നമുക്ക് ഇല വാട്ടി നമുക്ക് ഇല പൊതിയണം അല്ലേ. അപ്പം അതിനായിട്ടില്ല 2 വലിയ ഇല എടുത്തിട്ട് ഞാനിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വാട്ടിയെടുക്കാം. ഒരു വലിയ ഇലയും ഒരു ചെറിയ ഇലയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പൊതിയാനായിട്ട്. അപ്പം ഇതാ ഇലയൊക്കെ റെഡി. ഇനി എന്താ വലിയ ഇലയുടെ മുകളിലേക്ക് നടുവിലേക്ക് ഒരു ചെറിയ ഇല ഹാഫ് ആയിട്ടുള്ള ഇലയും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചോറ്, നല്ല ചിരിച്ചിരാന്നുള്ള ചോറ് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വാട്ടി ഇലയിലേക്ക് അതിൻ്റെ ഒരു മണവും കൂടി വരുമല്ലോ. അപ്പം ആവശ്യത്തിന് ചോറ് വെക്കാം. ചോറൊക്കെ റെഡി. ഇനി നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അമരക്ക തോരനും കൂടി വെച്ച് കൊടുക്കാം. അമരക്കയ്ക്ക് പകരം വേറെ ഏത് തോരൻ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പം ഞാൻ അമരക്ക തോരൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ചമ്മന്തിയും കൂടി ആവശ്യത്തിന് നല്ലോണം കുറച്ച് ചമ്മന്തിയും കൂടി ഇരിക്കട്ടെ. അപ്പം ഇതിന് വേണമെങ്കിൽ വല്ല അവിയലൊക്കെ വേണമെന്നുള്ളവർക്ക് അവിയലൊക്കെ ഇതിൻ്റെ കൂടെ വെക്കാം കേട്ടോ. ഞാനൊരു സിമ്പിൾ പൊതിച്ചോറാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വാഴയ്ക്കും കൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായില്ലേ. ഇനി പൊതിച്ചോറിലെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം കൂടി ഉണ്ടല്ലോ, നമ്മുടെ വറ്റൽ മുളക്, അതും കൂടി ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇപ്പോൾ തൽക്കാലം വെക്കാനുള്ളതൊക്കെ വെച്ചു. ഇനി നമുക്കിതൊന്ന് പൊതിയാനായിട്ട് 2 സൈഡ് ഇതുമാതിരി അങ്ങോട്ട് മടക്കുന്നതാണ് നല്ലത്. 2 സൈഡും ഒരുപോലെ അങ്ങോട്ട് മടക്കുക. ഉള്ളിലേക്ക് താഴത്തുനിന്ന് മുകളിലേക്ക് മാക്കുക. എളുപ്പത്തിൽ പൊതിയാൻ കിട്ടും. നല്ല ഇലയാണെങ്കിൽ ഇല നന്നായി വാട്ടിയിരിക്കണം എന്ന് മാത്രം, ഇല്ല എങ്കിൽ പൊടിഞ്ഞു പോവും. അപ്പോൾ അതാ നമ്മുടെ പൊതിയൊക്കെ സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഇതിലും കൂടി പേപ്പറിലും കൂടി പൊതിഞ്ഞെടുക്കാം. അങ്ങനെയല്ലേ ഹോട്ടലിലൊക്കെ കിട്ടുന്നത്. സിമ്പിളായി പേപ്പറിലും കൂടി പൊതിഞ്ഞ് റെഡിയാക്കാം. പൊതിച്ചോറിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ആ ഇലയിലുള്ള മണമാണ് അല്ലേ. വാട്ടിയ ഇലയിൽ ചോറും കറികളും ഒക്കെ കൂടിയുള്ള മണം ഒരു ഹൈലൈറ്റ് തന്നെയാണല്ലേ. വാഴ ഇലയാണെങ്കിൽ നമ്മൾ കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഭവം. അപ്പം ഞങ്ങളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പുറത്തൊന്ന് പോയി തിരിച്ച് വന്നിട്ടാണ് കേട്ടോ പൊതിച്ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ പുറത്തൊക്കെ പോയി തിരിച്ച് വന്നതാ ഞങ്ങൾ പൊതിച്ചോറൊന്ന് തുറന്ന് നോക്കാൻ പോകണം എങ്ങനെയുണ്ട്. അതിൻ്റെ കഴിക്കണമെങ്കിൽ പൊതിച്ചോറ് എപ്പോഴും കുറച്ച് നേരം പൊതിഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും വരികയെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് അങ്ങനെ തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ പൊതിച്ചോറെന്ന്. വാ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ എവിടെ നിന്നൊക്കെയോ എനിക്ക് വിശപ്പൊക്കെ വന്ന പോലെ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒരു നല്ലൊരു നാടൻ സംഭാരം ഉണ്ടാക്കിയത്, കുറച്ച് കൊണ്ടാട്ടം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയി കഴിക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയിക്കാൻ മറക്കരുത്.